ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ പർവ്വതാരോഹണ ദുരന്തങ്ങളിൽ ഒന്നാണ് 1959 ഫെബ്രുവരിയിൽ സോവിയറ്റ് യൂണിയനിലെ യുറൽ പർവ്വതനിരകളിലെ ഖോലാത് സ്യാക്കൽ എന്ന മലഞ്ചെരിവിൽ സംഭവിച്ചത്. മരണപർവ്വതം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് 9 അനുഭവ സമ്പന്നരായ വിദ്യാർത്ഥി പർവ്വതാരോഹരുടെ അപ്രതീക്ഷിത മരണം ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഈ സംഭവം ഡൈഡ്ലോവ് പാസ് സംഭവം എന്ന പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. യുറൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളായ 7 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങിയ സംഘത്തിന്റെ നേതാവ് 23 വയസ്സുകാരനായ ഇഗോർ ഡൈഡ്ലോവ് ആയിരുന്നു. സംഘത്തിലെ എല്ലാവരും സ്കീ റൂട്ടിൽ പ്രാവീണ്യമുള്ള ഗ്രേഡ് 2 ഹൈക്കർമാരായിരുന്നു. യുറൽ പർവ്വതനിരകളിലെ ഏറ്റവും ദുഷ്കരമായ ഗ്രേഡ് 3 റൂട്ട് പൂർത്തിയാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. റഷ്യയിലെ സ്കോട്ട്ലോസ്കിൽ നിന്ന് 1959 ജനുവരി 23-നാണ് അവർ യാത്ര ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 10 പേരുണ്ടായിരുന്ന സംഘത്തിലെ യൂറി യുഡിൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പാതി വഴിയിൽ മടങ്ങിയത് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ബാക്കി 9 പേർ ലക്ഷ്യസ്ഥാനമായ ഓട്ടോർടെൻ പർവ്വതത്തിലേക്ക് യാത്ര തുടർന്നു. ഫെബ്രുവരി 1-ന് മോശം കാലാവസ്ഥ കാരണം ഖോലാത് സാക്കൽ ചരിവിൽ താൽക്കാലികമായി തമ്പടിച്ച് രാത്രി അവിടെ ചിലവഴിക്കാൻ അവർ തീരുമാനിച്ചു. മണ്ണിൽ കുഴിയെടുത്ത് സ്ഥാപിച്ച ടിന്നിനുള്ളിൽ അവർ രാത്രി കഴിച്ച ഭക്ഷണമായിരുന്നു അവരുടെ അവസാനത്തെ ഭക്ഷണം. ഹൈക്കിംഗ് പൂർത്തിയാക്കിയ ഫെബ്രുവരി 12-ഓടെ വിഷായി ഗ്രാമത്തിൽ തിരിച്ചെത്തി ടെലിഗ്രാം അയക്കുമെന്നാണ് അവർ ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിവരമൊന്നും ലഭിക്കാതെ വന്നതോടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് 1959 ഫെബ്രുവരി 20-ന് അന്വേഷണ സംഘം അവരെ തേടി യാത്ര തിരിച്ചു. യൂറി യൂഡിന്റെ വിവരങ്ങൾ അനുസരിച്ചുള്ള തിരച്ചിലിനൊടുവിൽ ഫെബ്രുവരി 26-ന് സംഘം ക്യാമ്പ് ചെയ്ത സ്ഥലത്തേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നു. സംഭവ സ്ഥലത്തെ കാഴ്ച ഭീകരമായിരുന്നു. ടെന്റ് ഒരു വശത്ത് അകത്ത് നിന്ന് കീറി മുറിച്ച നിലയിലായിരുന്നു. ഷൂസുകളും കമ്പിളി വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം ടെന്റിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്നു. എന്തിനോ ഭയന്നുകൊണ്ട് ടെന്റിൽ ഉണ്ടായിരുന്നവർ തിടുക്കപ്പെട്ട് ഇറങ്ങി ഓടിയ ലക്ഷണങ്ങളായിരുന്നു എവിടെയും. ടെന്റിന് പുറത്ത് മഞ്ഞിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോലീസ് മുന്നോട്ട് നീങ്ങിയെങ്കിലും പാതി വഴിയിൽ അവ മാഞ്ഞുപോയി. ടെന്റിൽ നിന്ന് ഏകദേശം 1 മൈലോളം അകലെയായി ഒരു വലിയ പൈൻ മരത്തിന് ചുവട്ടിൽ ആദ്യത്തെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇരുവരും നഗ്നപാതരായിരുന്നു. അല്പവസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത്. മൃതദേഹങ്ങൾക്കടുത്ത് തീ കൂട്ടിയതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ 3 പേരുടെ മൃതദേഹം കൂടി വനത്തിനും ടെന്റിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചു. ഈ 5 പേരുടെ മരണം അതിശൈത്യം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. മാസങ്ങൾക്ക് ശേഷം മെയ് മാസത്തിൽ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയപ്പോൾ വനത്തിനടുത്തുള്ള ഒരു അരുവിയിൽ നിന്ന് ശേഷിക്കുന്ന 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ സംഭവം കൂടുതൽ ദുരൂഹമായി. അവസാനം കണ്ടെത്തിയ 4 മൃതദേഹങ്ങളിൽ 3 പേരുടെ തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായ ആന്തരിക പരിക്കുകൾ ഏറ്റിരുന്നു. ഒരു വാഹന അപകടത്തിൽ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് സമാനമായിരുന്നു ഈ ഒടിവുകളും മുറിവുകളും. എന്നാൽ മൃതദേഹങ്ങൾക്ക് പുറത്ത് കാര്യമായ മുറിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ സംഘത്തിലെ ഒരു സ്ത്രീയുടെ നാക്ക് പിഴുതെടുത്ത നിലയിലായിരുന്നു. മറ്റൊരാളുടെ 2 കണ്ണുകളും ചൂടുന്നെടുത്ത നിലയിലും കണ്ടെത്തി. കൊടും തണുപ്പിൽ പലരും അടിവസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നു എന്നത് ദുരൂഹത വർദ്ധിപ്പിച്ചു. ആക്രമണകാരികളുടെ കാൽപ്പാടുകളോ മറ്റ് തെളിവുകളോ കണ്ടെത്താൻ കഴിയാതിരുന്നതിനെ തുടർന്ന് 1959 ഔദ്യോഗിക അന്വേഷണം മരണകാരണം ശക്തമായ ഒരു പ്രകൃതി ശക്തിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിച്ചു. സോവിയറ്റ് യൂണിയൻ ഈ വിവരങ്ങൾ വർഷങ്ങളോളം ഒരു ക്ലാസിഫൈഡ് രേഖയെ സൂക്ഷിച്ചത് നിരവധി അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു. പർവ്വത ഗോത്രമായ മാൻസി കൊലപ്പെടുത്തി എന്ന വാദവും ആകാശത്ത് കണ്ട ഓറഞ്ച് വെളിച്ച ഗോളങ്ങളും മൃതദേഹങ്ങളിൽ കണ്ടെത്തിയ റേഡിയോ ആക്റ്റീവ് ഘടകങ്ങളും സോവിയറ്റ് യൂണിയന്റെ രഹസ്യ ആയുധ പരീക്ഷണമാണ് മരണകാരണം എന്ന സിദ്ധാന്തങ്ങൾക്ക് ശക്തി നൽകി. വർഷങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് ശേഷം 2021 സ്വിസ് ശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു ശാസ്ത്രീയ പഠനം ദുരൂഹ മരണങ്ങൾക്ക് കൂടുതൽ വെളിച്ചം നൽകി. സംഘം ടെന്റ് സ്ഥാപിക്കാൻ മഞ്ഞിൽ വെട്ടിയ ദ്വാരവും കനത്ത കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം ഒരു ചെറിയ ഐസ് സ്ലാബ് പൊട്ടി ടെന്റിലേക്ക് വീണതാകാം ദുരന്തത്തിന് കാരണം. ഈ ആഘാതത്തിൽ ഉറങ്ങിക്കിടന്ന ചിലർക്ക് ഗുരുതരമായ ആന്തരിക പരിക്കുകൾ സംഭവിച്ചു. പരിഭ്രാന്തരായ സംഘം വസ്ത്രങ്ങൾ ധരിക്കാൻ സമയം കിട്ടാതെ ടെന്റ് കീറി പുറത്തേക്ക് ചാടി. ടെന്റിന് പുറത്തെ അതിശൈത്യവും ഭയവും കാരണം എടുത്ത തെറ്റായ തീരുമാനങ്ങളും അവരെ മരണത്തിലേക്ക് നയിച്ചു. ആദ്യത്തെ 5 പേർ ഹൈപ്പോതെർമിയ ബാധിച്ച് മരിച്ചതിനെ ഈ സിദ്ധാന്തം പിന്തുണയ്ക്കുന്നു. എന്നാൽ നാവ് നഷ്ടപ്പെട്ടതുപോലുള്ള ചില ഘടകങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഈ ദുരന്തം ഒരു ഭയാനകമായ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഫലമാണെന്ന് ശാസ്ത്രീയ തെളിവുകൾ സൂചിപ്പിക്കുന്നു. 9 യുവ ജീവിതങ്ങൾ പൊലിഞ്ഞ ഈ പർവ്വത ചരിവ് ഇന്നും ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു നിഗൂഢ പ്രദേശമായി നിലനിൽക്കുന്നു.